ഇറാനിൽ അതിശക്തമായ ആക്രമണം പുനരാരംഭിച്ച് അമേരിക്ക. ഡബ്രസ്, സിറിക് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും ശക്തമാക്കിയെന്നും US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാനിൽ അതിശക്തമായ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് US. പറയൂ. ഗോപിക, തീർച്ചയായും അതിശക്തമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് അല്പസമയം മുമ്പാണ് സെൻട്രൽ കമാൻഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണവും ഉണ്ടായത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഗോപിക സൂചിപ്പിച്ചതുപോലെ സിറിക്കിലും തബ്രീസിലുമാണ് അതിശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്നലെ തന്നെ ട്രംപ് ഇത്തരം സൂചനകൾ നൽകിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, ജോർദാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇറാഖിലെ IRGC അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങളും ആക്രമണത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ തിരിച്ചടിയായാണ് അതിശക്തമായ ഒരു ആക്രമണം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് അതിശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ ആക്രമണം നടന്നത്. പല മേഖലകളിലും അതിശക്തമായ ആക്രമണം നടന്നതിന്റെ സൂചനകളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത്, ഇറാൻ പോർട്ടുകളിലേക്കുള്ള കപ്പലുകൾ തടയുന്ന നീക്കമാണ്. US സെൻട്രൽ കമാൻഡ് ഇത് തുടർച്ചയായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 20ഓളം കപ്പലുകളെ തിരിച്ചയച്ചു എന്നാണ് അവസാനമായി US അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഏതാണ്ട് 2 കപ്പലുകൾ സഞ്ചാരം നടത്താനാവാത്ത വിധം തകരുകയും മറ്റു 2 കപ്പലുകൾ കസ്റ്റഡിയിലെടുക്കുന്നതിന് സമാനമായ സൈനിക നടപടി, അതായത് അതിനകത്ത് സൈന്യം എത്തി കൃത്യമായി ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരു നീക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. 24ഓളം കപ്പലുകൾക്ക് നേരെയാണ് നടപടി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുക, IRGCയുടെ വരുമാന മാർഗം ഇല്ലാതാക്കുക, സ്വാഭാവികമായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആക്രമണശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക IRGCയുടെ എന്ന നീക്കമാണ്. അതിശക്തമായ ആക്രമണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, 5 ദിവസം നീണ്ടുനിന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായി പുനരാരംഭിച്ചിരിക്കുകയാണ് ഇറാനിൽ US. ഗോപിക. ശരി, ഇറാനിൽ അതിശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് US. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്.